വാശിപ്പുറത്ത് ഓർമ്മിച്ചുകൊണ്ടേ നമ്മൾ ഇരിക്കേണ്ടുന്ന ഒരു വലിയ മനുഷ്യൻ. അതാണ് ഗാന്ധിജി എന്ന് പറയുന്നത്. ഇപ്പോൾ ഗാന്ധിജി പറഞ്ഞൊരു കാര്യമുണ്ട്, അത് പറഞ്ഞ് ഞാനത് നിങ്ങളോട് പറയാൻ എനിക്കൊരു ഇഷ്ടമുള്ളതുകൊണ്ട് എപ്പോഴും പറയുന്ന കാര്യമാണ്. ഗാന്ധിജി പറഞ്ഞൊരു കാര്യമുണ്ട്, ദൈവം സത്യമാണ്, എന്നാൽ എനിക്കിഷ്ടം സത്യത്തെ ദൈവം എന്ന് വിളിക്കാനാണ്. ഇതെന്താ വ്യത്യാസം? ദൈവം സത്യമാണ്, എന്നാൽ എനിക്കിഷ്ടം സത്യത്തെ ദൈവം എന്ന് വിളിക്കാനാണ്. എന്താ വ്യത്യാസം എന്നറിയോ? നിങ്ങൾ ദൈവമുണ്ട് എന്ന് വിചാരിച്ച് പോകുന്നിടത്തെല്ലാം സത്യമുണ്ടാകണമെന്നില്ല. സത്യമുള്ളിടത്ത് നിങ്ങൾ പോയിക്കോ, ദൈവം അവിടെ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. ഒരു ഉദാഹരണം ഞാൻ പറയാം. നിങ്ങൾ വൈകുന്നേരം മഗ്‌രിബ് നിസ്കരിക്കാൻ വേണ്ടി നമ്മൾ ആളുകൾ പള്ളിയിലേക്ക് പോകുമല്ലോ, കുറച്ച് സമയം മഗ്‌രിബ് ഉണ്ടാവുള്ളൂ. വേഗം പോയാൽ ജമാഅത്ത് കിട്ടും. പെട്ടെന്ന് ക്ഷേത്രത്തിൽ പോയാൽ ക്ഷേത്രം അടക്കാതെ അതിനു മുമ്പ് നട അടക്കുന്നതിന് മുമ്പ് അവിടെ എത്താം. അതിനാണല്ലോ പോക്ക്. സ്പീഡിൽ പോവാണ് ദൈവ സാന്നിധ്യത്തിലേക്ക്. പോകുന്ന വഴിയിൽ ഒരാൾ വഴിയിൽ തല ചുറ്റിയോ എന്തോ ബുദ്ധിമുട്ടായിട്ട് വീണ് കിടക്കുന്നുണ്ട്. നമ്മൾ അയാളെ നോക്കാൻ നിന്നാൽ നട അടച്ചു പോകും. അയാളെ കൈപിടിച്ചൊന്ന് എഴുന്നേൽപ്പിച്ചാൽ ജമാഅത്ത് പോകും. അതുകൊണ്ട് നിസ്കാരം കഴിയട്ടെ, ക്ഷേത്രത്തേക്ക് പോട്ടെന്ന് കരുതി പെട്ടെന്ന് പോയി ക്ഷേത്രത്തിലെത്തിയാൽ പക്ഷെ ദൈവം അവിടെ ഉണ്ടാവില്ല. ദൈവം ആ വീണ് കിടക്കുന്ന മനുഷ്യൻ്റെ കൂടെയാവും ഉണ്ടാവുക. അതാണ് ദൈവം സത്യമാണ് എന്നല്ല, സത്യമാണ് ദൈവം എന്നതാണ്. നമ്മൾ നിസ്സാരമായി കരുതുന്ന, നമ്മൾ ചെറുതായി വിചാരിക്കുന്ന ഈ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരനായ മനുഷ്യൻ്റെ കൂടെയാണ് ഈ പെരിന്തൽമണ്ണയുടെ ആത്മാവുണ്ടാവുന്നത്. ഞാൻ നജീബിനോട് പറയണത്, ആ ആത്മാവിനെ തൊട്ടാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതെങ്കിൽ വിജയവും വോട്ടുകളുടെ എണ്ണവുമല്ല നജീബേ, നമ്മുടെ കർമ്മം കൊണ്ട് നമുക്കിതിനെയൊക്കെ അതിജയിക്കാൻ കഴിയുന്നതാവും എന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത്. ആ അനുഗ്രഹം നിങ്ങളുടെ ഈ മണ്ഡലത്തിൽ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, നജീബ് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്, അതിൻ്റെതായ ചില ടെക്നിക്കാലിറ്റികളുണ്ട്. ഓണത്തിന് പരമാവധി ഇനിയിപ്പോൾ പഞ്ചായത്ത് മെമ്പർമാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു മെമ്പറായി നിന്നുകൊണ്ട് എനിക്കറിയാം പരിഹരിക്കേണ്ടുന്ന കുറേ കാര്യങ്ങളുണ്ട്. നമുക്കങ്ങനെ സർക്കാർ നൽകുന്ന ആനുകൂല്യങ്ങളിൽ മാത്രമൊന്നല്ലാതെ തന്നെ ആത്മാഭിമാനത്തോടെ നിൽക്കാൻ കഴിയുന്ന സാമൂഹ്യ രാഷ്ട്രീയ അന്തരീക്ഷം ഉണ്ടാക്കാൻ ഈ ഗവൺമെൻറ് പ്രതിജ്ഞാബദ്ധമായിട്ടുണ്ടാവും. അതിന് നമ്മളാൽ ആകാവുന്നത് ചെയ്യും. അംഗൻവാടി ടീച്ചർമാരുടെ കാര്യമൊക്കെ നന്നായിട്ട് എനിക്കറിയാം, അവരുടെ അധ്വാനം അറിയാം, അവരുടെ ഇടപെടൽ അറിയാം. അതൊക്കെ ഏത് തരത്തിൽ അവരെയൊക്കെ ഏറ്റവും മാന്യമായി റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുമെന്ന് തീർച്ചയായിട്ടും ഗവൺമെൻറ് പരിശോധിക്കും. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഹൃദയം നിറഞ്ഞ ഓണ ആശംസകൾ എല്ലാവർക്കും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ജയ് ഹിന്ദ്. സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പൊന്നോണം വരവായി. ഓണാഘോഷങ്ങളെ വരവേൽക്കാൻ സ്കൈ ഗോൾഡും ഒരുങ്ങി. സ്കൈ ഗോൾഡിൽ കോയിൻ ഓണം ഓഫർ. അരപ്പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് നേടാം ഫ്രീ ഗോൾഡ് കോയിൻ. 50,000 രൂപയ്ക്ക് മുകളിലുള്ള ഡയമണ്ട് പർച്ചേസുകൾക്കും സ്വന്തമാക്കാം ഫ്രീ ഗോൾഡ് കോയിൻ. കൂടാതെ ഓരോ പർച്ചേസിനും ലഭിക്കുന്ന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ഐഫോൺ നേടുവാനുള്ള സുവർണാവസരവും. ഈ ഓണം സമൃദ്ധിയുടേതാക്കൂ സ്കൈ ഗോൾഡിനൊപ്പം. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി. പെരിന്തൽമണ്ണ, നിലമ്പൂർ ആൻഡ് പൊന്നാനി. ഏവർക്കും സ്കൈ ഗോൾഡിന്റെ ഹൃദയം നിറഞ്ഞ പൊന്നോണാശംസകൾ.